വിവാദ പരാമർശത്തിൽ ഉറച്ചും വിഷയം ന്യായീകരിച്ചും മന്ത്രി സജി ചെറിയാൻ താൻ എതിർത്തത് ലീഗിന്റെ രാഷ്ട്രീയത്തെയെന്ന് സജി ചെറിയാൻ. മുസ്ലിം മേഖലയിൽ ലീഗ് ജയിക്കുന്നു, ഹിന്ദു മേഖലയിൽ BJP ജയിക്കുന്നു, മതേതരവാദികളായ CPM സ്ഥാനാർത്ഥികൾ തോൽക്കുന്നുവെന്നും സജി ചെറിയാൻ. എന്നാൽ ലീഗ് ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടാണോ എന്ന ചോദ്യത്തിന് സജി ചെറിയാൻ ക്ഷുഭിതനായി. ഞാൻ വ്യക്തമായി എന്റെ നിലപാട് പറഞ്ഞു. ഒരു വിഭാഗത്തെ മാത്രമാക്കി സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദിയാണ്. ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റി നിങ്ങൾ അവിടെ BJP ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേര് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു. ഈ മലപ്പുറം കാസർഗോഡ് മാത്രം എടുത്ത് പറയുമ്പോൾ ഒരു അസ്വാഭാവികതയില്ല ഒരു മതേതരത്വ സമൂഹത്തിൽ. അത് ബ്രാക്കറ്റ് ചെയ്ത് പറയില്ലേ, രണ്ട് ജില്ലകളെ മാത്രം. എറണാകുളം പറയുന്നില്ല, ഈ മലപ്പുറവും കാസർഗോഡും വരുമ്പോൾ ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ? ഈ പറഞ്ഞ BJP ജയിച്ച ആളുടെ പേരും ഈ പറഞ്ഞ ലീഗ് ജയിപ്പിച്ച ആളുടെ പേരും നിങ്ങൾ വായിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതെന്ത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഏതാണ് പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് വായിക്കാൻ അങ്ങനല്ലേ പറഞ്ഞു. കാസർഗോഡ് നഗരസഭയിലെ ഒരു പ്രശ്നം ഞാൻ ഉന്നയിച്ചത്, ഇത് കേരളത്തിൽ ഒരു സ്ഥലത്തും വരാൻ പാടില്ല. ഈ അപകടം കേരളത്തിൽ വരാൻ ഭാവിയിൽ സാധ്യതയുണ്ട്. കാരണം വർഗീയമായ ചേരിതിരിവ് വന്നു കഴിഞ്ഞാൽ ആളുകൾ വർഗീയമായി ചിന്തിക്കുമ്പോൾ അവരിൽ തീവ്രവാദപരമായ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായകരമായ നിലപാട് വരുന്നു. 22 സീറ്റ് ലീഗിന് കിട്ടിയതും 12 സീറ്റ് BJP കിട്ടിയതും ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കേരളത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലത്തിൽ ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ കാന്തപുരത്തിൻ്റെ സമ്മേളനത്തിൽ ആ പറഞ്ഞ പദം പറയാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹം ഉദ്ദേശിച്ച രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, അത് അവിടെ പറയാൻ പാടില്ല. കാരണം അവിടെ ഇരിക്കുന്ന മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട 10,000-കണക്കിന് ആളിരിക്കുന്ന സ്ഥലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നതാണെന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെപ്പോലും മതേതരവാദി ഇന്ത്യയിലുണ്ടോ? ഇത്ര RSSനെ വളരാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റി. കാരണം ഭൂരിപക്ഷ വർഗീയതയെ നിങ്ങൾ എതിർത്ത് ന്യൂനപക്ഷ വർഗീയതയെ നിങ്ങൾ സഹായിക്കുന്നു. ആ ഭൂരിപക്ഷ വർഗീയത എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുമ്പോൾ ജനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോട് ന്യൂനപക്ഷ അണിനിരക്കുന്ന സാഹചര്യമുണ്ട്. അത് കാസർഗോഡ് കണ്ടു. ഇത് കേരളത്തിൽ ആവർത്തിക്കാൻ ഇടയുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ ദുരന്തം ഞാൻ പറഞ്ഞപ്പോൾ അതിനെ വേറൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞ വാക്ക് വളച്ചൊടിച്ച് പറഞ്ഞാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയുന്നത്?